ഹരേ കൃഷ്ണ മാതാജി, ഞാൻ ഒന്നും കൂടി കയറട്ടെ. ഒരു ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, ഇത് ജയരാധ മാധവ് പാടുന്നല്ലോ അല്ലേ? അതെ മാജി, അതെ 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 അതെ. ഭാവാർത്ഥം വായിക്കണ്ടേ? അതെ മാജി. ഓക്കെ. ഹരേ കൃഷ്ണ. जय राधा माधव कुंज बिहारी, गोपी जन वल्लभा गिरिवरधारी। जय राधा माधव कुंज बिहारी, गोपी जन वल्लभा गिरिवरधारी। यशोदानन्दना व्रज जनरञ्जना, यमुना तीरवनचारी। यशोदानन्दना व्रज जनरञ्जना, यमुना तीरवनचारी। जय राधा माधव कुंज बिहारी, गोपी जन वल्लभा गिरिवरधारी। हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा 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 हरे हरे, हरे राम राम हरे हरे। हरे कृष्णा 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 हरे हरे, हरे राम राम हरे हरे। ഹരേ കൃഷ്ണ. ഇന്നത്തെ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ശ്ലോകം ഭഗവത്ഗീത യഥാരൂപം അധ്യായം 2 ഗീതാവിഷയ സംഗ്രഹം, ശ്ലോകം 42-43. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാഖയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരൂൻ ശ്രീയുതാപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്യുതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്യുതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്യതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ. മുഖം കരോതി വാചാലം
യത്കൃപാത്മഹം വന്ദേ ശ്രീഗുരുൻ ദീനദാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. യാമിമാം പുഷ്പിതാം വാചം പ്രവദന്ത്യാ വിഭശ്ചിദഃ വേദവാദരഥാ പാർത്ഥ നാന്യദസ്തീതി വാദിനഃ. കാമാത്മാനാം സ്വർഗപരാ ജന്മകർമ്മഫലപ്രദാം ക്രിയാവിശേഷബഹുലാം ഭോഗൈശ്വര്യാഗതിം പ്രതി. യാമിമാം പുഷ്പിതാം വാചം പ്രവദന്ത്യാ വിപശ്ചിതഃ വേദവാദരഥാ പാർത്ഥ നാന്യദസ്തീതി വാദിനഃ. കാമാത്മനാ സ്വർഗപരാ ജന്മകർമ്മഫലപ്രദാം ക്രിയാവിശേഷബഹുലാം ഭോഗൈശ്വര്യാഗതിം പ്രതി. യാമിമാം പുഷ്പിതാം വാചം പ്രവദന്ത്യാ വിപശ്ചിതഃ വേദവാദരഥാ പാർത്ഥ നാന്യദസ്തീതി വാദിനഃ. കാമാത്മനാ സ്വർഗപരാ ജന്മകർമ്മഫലപ്രദാം ക്രിയാവിശേഷബഹുലാം ഭോഗൈശ്വര്യാഗതിം പ്രതി. പദാർത്ഥം. പാർത്ഥ, ഹേ പാർത്ഥ, അവിഭശ്ചിതഃ മൂഢന്മാരും, വേദവാദരഥ വേദത്തെ അനുസരിക്കുന്നവരും, അന്യത് ഇതല്ലാതെ വേറൊന്ന്, ന അസ്തി ഇതി ഇല്ല എന്ന്, വാദിന വാദിക്കുന്നവരും, കാമാത്മാന ഇന്ദ്രിയ സംതൃപ്തിയിൽ സദാ തൽപരരും, സ്വർഗപര സ്വർഗകാംക്ഷികളും, ജന്മകർമ്മ ഫലപ്രദാം നല്ല ജന്മം സത്കർമ്മം എന്നീ ഫലങ്ങൾ തരുന്നതുമായ ഭോഗൈശ്വര്യ ഗതിം പ്രതി ഭോഗൈശ്വര്യ പ്രാപ്തിയെ കുറിച്ച്, ക്രിയാവിശേഷ ബഹുലാം ക്രിയാവിശേഷങ്ങൾ ധാരാളമുള്ളതായ, യാം യാതൊരു, ഇമാം ഈ, പുഷ്പിതാം വാചം പുഷ്പിതമായ വാക്കിനെ, പ്രവദന്തി പറയുന്നു. വിവർത്തനം ഭാവാർത്ഥം ബൈ എസ് ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ. വിവർത്തനം. സ്വർഗലോകപ്രാപ്തി, ധന്യമായ പുനർജന്മം, പ്രാഭവം എന്നിവയ്ക്ക് വേണ്ടി വിവിധ കർമ്മങ്ങൾ ഫലാപേക്ഷയോടെ ചെയ്യാൻ നിർദ്ദേശിക്കുന്ന വേദസൂക്തങ്ങളാൽ അല്പബുദ്ധികൾ അത്യന്തം ആസക്തരാകുന്നു. ഇന്ദ്രിയ സുഖപൂർത്തിയെയും ഐശ്വര്യ ജീവിതത്തെയും ആഗ്രഹിക്കുന്ന അവർ അവയേക്കാൾ ഉത്കൃഷ്ടമായി ഒന്നുമില്ലെന്ന് വാദിക്കുന്നു. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം ആർക്കും രണ്ടുപേർക്കായിട്ട് ഓരോ പാരഗ്രാഫ് വായിക്കാൻ പറ്റുമോ? പുസ്തകം എടുത്തുണ്ടോ ആരെങ്കിലും? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഡ്യൂട്ടീസ് ആരെങ്കിലും വായിക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. വായിക്കട്ടെ മാതാജി? ഹരേ കൃഷ്ണ. വായിക്കണം. ഭാവാർത്ഥം ശ്രീല പ്രഭാത്. ജയ ശ്രീല പ്രഭാത്. സാധാരണ മനുഷ്യർ സ്വതവേ വളരെ ബുദ്ധിമാന്മാരല്ല. അറിവില്ലായ്മ കാരണം വേദങ്ങളുടെ കർമ്മകാണ്ഡങ്ങളിൽ നിർദ്ദേശിക്കപ്പെടുന്ന ഫലേച്ഛാപൂർവകങ്ങളായ കർമ്മങ്ങളാൽ അവർ എത്രയും ആസക്തരാകുന്നു. ഭൗതിക ഐശ്വര്യ സമൃദ്ധിയും സ്ത്രീകളും മദ്യവും വേണ്ടുവോളമുള്ള സ്വർഗത്തിലെ ഇന്ദ്രിയ സുഖം തികഞ്ഞ ജീവിതത്തെ കവിഞ്ഞ ഒന്നും അവർക്ക് ആഗ്രഹമില്ല. വേദോക്തങ്ങളായ യജ്ഞങ്ങളിൽ സ്വർഗലോകവാസം ഉദ്ദേശിച്ച് അന്വേഷിക്കേണ്ടതായ പലതുമുണ്ട്, വിശേഷിച്ച് ജ്യോതിഷ്ഠോമായ യജ്ഞങ്ങൾ. വാസ്തവത്തിൽ സ്വർഗേച്ഛുവായ ഏതൊരാളും ഇവ ചെയ്തിരിക്കണമെന്നത്രേ വിധി. അല്പബുദ്ധികൾ വൈദിക ജ്ഞാനത്തിന്റെ ഉദ്ദേശം തന്നെ ഈ സ്വർഗലോക പ്രാപ്തിയാണെന്ന് വിശ്വസിച്ചു പോരുന്നു. അനുഭവ ജ്ഞാനം കുറഞ്ഞ അക്കൂട്ടർക്ക് കൃഷ്ണാബോധത്തോടെ സുനിശ്ചിത കർമ്മത്തിൽ മനസ്സുറപ്പിക്കാൻ പ്രയാസം കൂടും. ഫലം എന്തെന്നറിയാതെ മൂഢന്മാർ വിഷവൃക്ഷത്തിന്റെ പൂക്കളാൽ ആകർഷരാകുന്നത് പോലെ അജ്ഞാനികളായ മനുഷ്യർ സ്വർഗീയ ഐശ്വര്യത്താലും അവിടെയുള്ള സുഖഭോഗങ്ങളും ആകർഷിക്കപ്പെടുന്നു. ചാതുർമാസ്യ വ്രതം അനുഷ്ഠിക്കുന്നവർ സോമപാനം ചെയ്ത് അനശ്വരതയും സന്തുഷ്ടിയും നേടാൻ അർഹരാകുമെന്ന് വേദങ്ങളിലെ കർമ്മകാണ്ഡ വിഭാഗത്തിൽ പറയുന്നു. അപാമ സോമം അമൃത അഭൂമ എന്നും അക്ഷയ്യം ഹ വൈ ചാതുർമാസ്യം യജ്ഞ സുഹൃതം ഭവതി എന്നും ചിലർക്ക് ഭൂമിയിൽ വെച്ച് തന്നെ ഇന്ദ്രിയ സുഖാസ്വാദനത്തിന് വേണ്ടുന്ന കരുത്താർജിക്കാൻ വേണ്ടി സോമരസം കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്.
ഭൗതിക ബന്ധങ്ങളിൽ നിന്നുള്ള മുക്തിയിൽ അവർക്ക് വിശ്വാസമില്ല. ആർഭാടമേറിയ വൈദിക യജ്ഞ ചടങ്ങുകളിൽ തന്നെ നന്നേ താല്പര്യമുണ്ടാകും. പ്രായേണ ഭോഗേച്ഛുക്കളായ അവർക്ക് സ്വർഗീയ സുഖങ്ങളിൽ മാത്രമാണ് താല്പര്യം. അവിടെ സ്വർഗത്തിൽ, അതായത് സ്വർഗത്തിൽ നന്ദന വനം എന്നൊരു തോട്ടമുണ്ടെന്നും അതിൽ സുന്ദരികളായ ദേവാംഗനങ്ങളുമായി സഹവസിക്കാനും ഇഷ്ടം പോലെ സോമരസം ആസ്വദിക്കാനും സാധിക്കുമെന്നും പറയുന്നു. തീർച്ചയായും ഇന്ദ്രിയബദ്ധമാണ് അത്തരം ശാരീരിക ആനന്ദം. കേവലം ഭൗതികവും നശ്വരവുമായ സുഖത്തിൽ മുഴുകി ഐഹിക പ്രപഞ്ചത്തിന് ഉടമകളായി നാൾ കഴിക്കുന്നവരാണ് അവിടെയുള്ളത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇപ്പോ ഈ ശ്ലോകം ഇപ്പോ നമുക്ക് ബുദ്ധിയോഗത്തെ കുറിച്ചാണ് ഈ ഒരു സെക്ഷനിൽ ഭഗവാൻ വിശദമാക്കുന്നത്. കഴിഞ്ഞ ഒരു സെക്ഷൻ കർമ്മകാണ്ഡത്തെ കുറിച്ചായിരുന്നു. അതായത് നിയത കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ഭൗതിക സുഖങ്ങൾ നേടാം എന്നതിനെ കുറിച്ചാണ് പറയേണ്ടത്. അതായത് 31 മുതൽ 38 വരെയുള്ള ശ്ലോകങ്ങൾ, 39 മുതൽ 53 വരെയുള്ള ശ്ലോകത്തിൽ ഭഗവാൻ ബുദ്ധിയോഗത്തെ കുറിച്ച് പറയുന്നു. അതായത് കഴിഞ്ഞ സെക്ഷനിൽ കഴിഞ്ഞ ശ്ലോകം എന്തായിരുന്നു? കഴിഞ്ഞ ശ്ലോകം നല്ലൊരു ശ്ലോകമായിരുന്നു അല്ലെ? വ്യവസായാത്മിക ബുദ്ധി, അതായത് എങ്ങനെയുള്ള ആളാണ് ബുദ്ധിമാൻ എന്നതിനെ കുറിച്ച് ഭഗവാൻ പറയണ്ടായി അല്ലെ? എങ്ങനെയുള്ള ആളാണ്? അതായത് തൻ്റെ ഒരേ ഒരു പ്രധാനമായിട്ടും ഒരേ ഒരു ലക്ഷ്യത്തിലേക്ക് തൻ്റെ ബുദ്ധിയെ ഫോക്കസ് ചെയ്യുന്ന ആളെയാണ് ബുദ്ധിമാൻ എന്ന് പറഞ്ഞു അല്ലെ? വ്യവസായാത്മിക ബുദ്ധി, ഉറച്ച ബുദ്ധി. എന്താണ്? ആ ശരിയായിട്ടുള്ള ലക്ഷ്യം നേടാനായിട്ട് നമ്മുടെ ബുദ്ധിയെ വിനിയോഗിക്കുക. അതായത് എന്താണ് ശരിയായ ലക്ഷ്യം എന്നാണ്? ഭക്തിയോഗം അല്ലെ? അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ ബുദ്ധിമാൻ ആരാണെന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. ഈ ശ്ലോകത്തിൽ ഭഗവാൻ ലെസ് ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ചാണ് പറഞ്ഞത്. ബുദ്ധി കുറഞ്ഞ ആളുകൾ എങ്ങനെയുള്ളവരാണ്, അവരെന്താണ് ചെയ്യണത് എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ഈ ബുദ്ധിയോഗം ഈ സെക്ഷനിൽ ഭഗവാൻ, അതായത് ആ ഇതിൽ നിന്നും ആ ഒരു ലോവർ സ്റ്റേജിൽ നിന്നും അർജുനനെ കുറച്ചുകൂടി ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതായത് അർജുനന്റെ ആ ബുദ്ധിയെ ഉത്തേജിപ്പിക്കാനായിട്ടാണ് ഭഗവാൻ ഇവിടെ ബുദ്ധിയോഗം ഉപദേശിക്കുന്നത്. കാരണം ആദ്യം ഭഗവാൻ പറഞ്ഞു എന്താണ്? നീ യുദ്ധം ചെയ്യാനായിട്ട് അർജുനനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് പറഞ്ഞു. നീ യുദ്ധം ചെയ്യൂ, യുദ്ധത്തില് ജയിച്ചാൽ നിനക്ക് രാജ്യം നേടി ഭൗതിക സുഖങ്ങൾ ആസ്വദിക്കാം. ഇനി അഥവാ മരിച്ചാൽ വീരസ്വർഗം പ്രാപിച്ചുകൊണ്ട് സ്വർഗീയ സുഖങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു അല്ലെ? പക്ഷെ ഇവിടെ ഭഗവാൻ ഇതിനെയൊക്കെ ഖണ്ഡിക്കുകയാണ് ചെയ്യണത്. അപ്പോ അവിടെ ഭഗവാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ യുദ്ധത്തിൽ നിന്നും നീ യുദ്ധത്തെ ത്യജിക്കാതെ എങ്ങനെയാണ് കർമ്മകാണ്ഡിക് വേയിലൂടെ പറഞ്ഞു കൊടുത്തു. പക്ഷെ ഈ ഒരു സെക്ഷനിൽ ഭഗവാൻ നീ യുദ്ധം ഒഴിവാക്കാതെ നീ യുദ്ധം ചെയ്യണം. എങ്ങനെയാണ്? ഫലകാംക്ഷ കൂടാതെ അല്ലെ? റിസൾട്ട് ആഗ്രഹിക്കാതെ യുദ്ധം ചെയ്യൂ എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോ അർജുനന്റെ ബുദ്ധിയെ ഇവിടെ കുറച്ചുകൂടി ഉയർത്തുകയാണ് ചെയ്യുന്നത്. കാരണം ബുദ്ധി കുറഞ്ഞ ആളുകളാണ് ഈ ഭൗതിക ഐശ്വര്യങ്ങളിലും സ്വർഗീയ സുഖങ്ങളിലും ഒക്കെ ആകൃഷ്ടരാകുന്നത് അല്ലെ? അപ്പൊ അതാണ് ഈ ശ്ലോകം പറയുന്നത്. യാമിമാം പുഷ്പിതാം വാച് അല്ലെ? ആ വേദവൃക്ഷങ്ങളുടെ പൂക്കളില് ആകർഷകമായിട്ടുള്ള പൂക്കളിൽ ആകൃഷ്ടരാകുന്നു. അതായത് വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള കർമ്മകാണ്ഡ പ്രവർത്തനങ്ങൾ, അതായത് ഫ്രൂട്ടീവ് ആക്ടിവിറ്റീസ്, നമുക്ക് ഭൗതിക ഐശ്വര്യങ്ങൾ നേടാനും സുഖങ്ങൾ നേടാനും സ്വർഗീയ ലോകങ്ങളിലേക്ക് പോവാനും ഉള്ള ഫലോദിഷ്ട കർമ്മങ്ങൾ അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങൾ, യജ്ഞങ്ങള്, ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ബുദ്ധി കുറഞ്ഞ ആളുകൾ ഇതിൽ ആകൃഷ്ടരായി അവർ ഈ ഭൗതിക സുഖങ്ങൾ അനുഭവിക്കാനായിട്ട് നല്ല ഭാര്യ, നല്ല കുടുംബം, നല്ല മക്കള്, അങ്ങനെ ഈ ജന്മത്തിലോ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിലോ ഉണ്ടാവാനായിട്ടും പിന്നെ അടുത്ത ജന്മത്തിൽ ഉയർന്ന ലോകങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ക്രിയാവിശേഷ ബഹുലം അല്ലെ? അനേകം കർമ്മങ്ങൾ, അനേകം ഫലോദിഷ്ട കർമ്മങ്ങളും യജ്ഞങ്ങളും എല്ലാവരും ചെയ്യുന്നത് അല്ലെ? എന്തുകൊണ്ടാണ്? കാമാത്മന അല്ലെ? അവരുടെ ആഗ്രഹം ഭൗതിക സുഖം അല്ലെങ്കിൽ ഇന്ദ്രിയ ആസക്തി ലഭിക്കാനായിട്ട് അതിന് പിറകെ അവര് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ആ ഒരു ലെസ് ഇന്റലിജന്റ് ആയിട്ടുള്ള ബുദ്ധി കുറഞ്ഞ ആളുകളാണ് ഇത്തരത്തിൽ ഈ വേദസൂക്തങ്ങളിൽ ആകൃഷ്ടരായി പോവുക എന്നുള്ളത്. അപ്പോൾ വേദങ്ങളിൽ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ
4 പുരുഷാർത്ഥങ്ങളെ കുറിച്ചും പറയുന്നുണ്ട് അല്ലെ. എന്താണ് ധർമ്മ, അർത്ഥ, കാമ, മോക്ഷം ത്തെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. ഒരാള് പക്ഷെ അധികം ആളുകളും എന്താണ് ആ ധർമ്മ, അർത്ഥ, കാമ വരെ എത്തുന്നുള്ളൂ അല്ലെ. മോക്ഷത്തെ കുറിച്ച് ആ ഒരു ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തിലേക്ക് അവരുടെ ശ്രദ്ധ പോകുന്നില്ല എന്നുള്ളതാണ് അല്ലെ. അവര് ധർമ്മം ചെയ്യുന്നു എന്തിനാണ്, അർത്ഥം നേടാനായിട്ട്. അർത്ഥം നേടിക്കഴിഞ്ഞാൽ അവരുടെ കാമം, അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് അതിനെ വിനിയോഗിക്കുന്നു. അതിനപ്പുറത്തുള്ള മോക്ഷത്തെ കുറിച്ച് അവര് ചിന്തിക്കുന്നില്ല അല്ലെ. പക്ഷെ ഇവിടെ ഭഗവാൻ എന്താണ് പറയുന്നത്, വേദങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് അല്ലെ. 15-ാം അധ്യായത്തിൽ 15-ാം ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, വേദശ്ച സർവൈർ അഹമേവ വേദ്യ വേദാന്തകൃത് വേദ വിദേവ ചാഹം അല്ലെ. എല്ലാ വേദങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത് ഞാനാണ്, എല്ലാ വേദങ്ങൾ കൊണ്ട് അറിയേണ്ടത് എന്നെയാണ്. അപ്പൊ വേദങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഭഗവാനെ അറിയുക എന്നുള്ളതാണ്. അപ്പൊ ഈ മോക്ഷത്തിനെ കുറിച്ചുള്ള ആ സെക്ഷനും വേദങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. അവിടെ സ്ഥാനീയ പരമാത്മാവായിട്ട് ഭഗവാൻ ഉള്ളതിനെ കുറിച്ചും എല്ലാം അതിൽ പറയുന്നുണ്ട്. പക്ഷെ അത് ആർക്കും വേണ്ട, അത് ആർക്കും ആവശ്യമില്ല അല്ലെ. അധികം ആളുകളും ഈ മറ്റ് എന്താ പറയാ ഈ ഫലോദിഷ്ട കർമ്മങ്ങൾ അതിന്റെ പിറകെയാണ് അവര് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്താണ് നമുക്ക് ഈ ശരിയായിട്ടുള്ള, അതായത് ഈ ഭൗതിക സുഖങ്ങളെല്ലാം നമുക്ക് എന്താണ്, ഇതെല്ലാം താൽക്കാലികങ്ങളാണ് അല്ലെ. ക്ഷണികങ്ങളായിട്ടുള്ള സുഖങ്ങളാണ് വേദങ്ങളില് പറഞ്ഞിട്ടുള്ളത്. വേദങ്ങളിലെ ഈ കർമ്മകാണ്ഡി ഇതിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ക്ഷണികങ്ങളായ സുഖങ്ങളാണ് അല്ലെ. പ്രേയസ്സുമുണ്ട് ശ്രേയസ്സും ഉണ്ട് അല്ലെ. പ്രേയസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് പെട്ടെന്ന് നേടാവുന്ന അല്ലെ ഐശ്വര്യങ്ങളും സുഖങ്ങളും ഒക്കെയാണ്. അതേസമയം ശ്രേയസ് എന്ന് പറഞ്ഞാൽ അത് അനശ്വരമായിട്ട് നീണ്ടു നിൽക്കുന്നതാണ്. അപ്പൊ ആ ശ്രേയസ് നേടാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്, അല്ലാതെ ഈ പ്രേയസിന് പുറകെ പോവാനല്ല ശ്രമിക്കേണ്ടത്. അപ്പോ ഇത്തരത്തിലുള്ള ആളുകള് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരുപാട് സമയവും അവരുടെ എനർജിയും എല്ലാം എന്താണ് ഇങ്ങനെ ഈ ഭൗതിക സുഖങ്ങൾ നേടാനായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് അവര് നീക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. പക്ഷെ യഥാർത്ഥമായിട്ടുള്ളത് എന്താണ് ലക്ഷ്യം എന്നറിയുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്, ബുദ്ധി കുറഞ്ഞവരാണ്. അവര് അജ്ഞാനത്തിൽപ്പെട്ട് കിടക്കുകയാണ്. അപ്പൊ എന്താണ് ശരിയായിട്ടുള്ള ജ്ഞാനം എന്നുള്ളത് അവര് മനസ്സിലാക്കുന്നില്ല. എന്താണ് ശാശ്വതമായിട്ടുള്ള സുഖം, ആനന്ദം നേടാനുള്ള വഴി എന്താണെന്ന് അന്വേഷിക്കാതെ താൽക്കാലിക സുഖങ്ങൾക്ക് പിറകെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ഈ സ്വർഗീയ ലോകങ്ങളിലെ സുഖങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ പറയുന്നുണ്ട് അല്ലെ. അതായത് എന്താണ് ജ്യോതിഷ്ഠോമയ യജ്ഞങ്ങളെല്ലാം നടത്തിക്കൊണ്ടാണ് അവര് ഉയർന്ന ലോകങ്ങളിലേക്ക് പോകുന്നത് അല്ലെ. അവിടെ എന്താണ് അവർക്ക് കിട്ടുന്നത്, സോമരസം പാനം ചെയ്യാം, അതുപോലെ എന്താണ് അപ്സര സ്ത്രീകളെ അവരുമായിട്ടുള്ള ആ ബന്ധം ആസ്വദിക്കാം. ഇതിനൊക്കെ വേണ്ടിയാണ് ഉയർന്ന ഗ്രഹങ്ങളിലേക്ക് പോകുന്നത് അല്ലെ. അതും ഈ എന്താ പറയാ ഈ ഭൂമിയിൽ നമുക്ക് കിട്ടാത്ത സുഖങ്ങളല്ല അതൊന്നും. അപ്പൊ അത് തന്നെ വീണ്ടും കുറച്ചുകൂടി നന്നായി ആസ്വദിക്കാൻ വേണ്ടി അവർ ഉയർന്ന ഗ്രഹങ്ങളിലേക്ക് പോകുന്നു. പക്ഷെ ഭഗവാൻ പറയുന്നത് എന്താണ്, ക്ഷീണേ പുണ്യം മർത്യലോകം വിശന്തി അല്ലെ. ഇങ്ങനെ ഇവര് പുണ്യങ്ങളൊക്കെ സമാഹരിച്ചുകൊണ്ട് ഉയർന്ന ലോകങ്ങളിൽ പോയി കഴിഞ്ഞാലും എന്താണ്, ആ പുണ്യം, അവരുടെ പുണ്യം തീർന്നു കഴിഞ്ഞാൽ വീണ്ടും അവർക്ക് ഈ ഭൗതിക ലോകത്തിലേക്ക് തന്നെ തിരിച്ചു വരേണ്ടി വരും അല്ലെ. സ്വർഗീയ ലോകങ്ങളിൽ അല്ലെങ്കിൽ ഉയർന്ന ലോകങ്ങള് എല്ലാം എന്താണ് ഭഗവാൻ പറയുന്നുണ്ട്, ആ ബ്രഹ്മ ഭുവനാലോക പുനരാവർത്തിനോ അർജുന അല്ലെ. അതെല്ലാം ബ്രഹ്മലോകം മുതല് എല്ലാം താഴേക്ക് വരുന്ന എല്ലാ ലോകങ്ങളും ഈ 14 ലോകങ്ങളിൽ എന്താണ്, ജനന മരണ ചക്രം ഉണ്ട് അല്ലെ. അവർക്കും പുനർജന്മം ഉണ്ട്. അപ്പൊ അവിടെ ചെന്നാൽ ഒരിക്കലും വീണ്ടും ജനിക്കാതെ ഇരിക്കുന്നില്ല അല്ലെ. എന്താണ് മാമുപ്പേത്തിയത് കൗന്ദേയ പുനർജന്മന വിദ്യത അല്ലെ. പക്ഷെ ഭഗവാൻ പറയുന്ന എന്റെ അടുത്തെത്തിയവർക്ക്, എന്റെ ധാമത്തിൽ എത്തിയവർക്ക് പുനർജന്മമില്ല. അപ്പോ അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അല്ലെ. എവിടെയാണോ ശാശ്വതമായ സുഖവും ആനന്ദവും കിട്ടുന്നത് അതിനെ പിറകെ ആയിരിക്കണം നമ്മൾ പോവേണ്ടത്. അല്ലാതെ വേദങ്ങളിലെ ഇത്തരത്തിലുള്ള നമ്മളെ ആകർഷിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളിൽ ആയിരിക്കരുത് നമ്മൾ പോവേണ്ടത് അല്ലെ. ഇപ്പൊ എന്താണ് പുഷ്പം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ എന്താണ് വേദങ്ങളിലെ ആ വേദസൂക്തങ്ങളെ, എല്ലാവരെയും ആകർഷിക്കുന്ന വേദസൂക്തങ്ങൾ പുഷ്പങ്ങളോട് ഉപമിച്ചിരിക്കുന്നു അല്ലെ. ഈ പുഷ്പം എന്ന് പറഞ്ഞാൽ എന്താണ്, പുഷ്പം വളരെ അട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് തോന്നാം അല്ലെ. പക്ഷെ അതൊരിക്കലും നമുക്ക് അതിൽ നിന്നും അതിന്റെ ആ ഒരു രുചി രസം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കില്ല അല്ലെ. അത് നമുക്ക് ഭക്ഷിക്കാൻ സാധിക്കില്ല. പക്ഷെ അതിന്റെ ഫലം നമുക്ക് അല്ലെ, ഫലം എന്ന് പറഞ്ഞാൽ അത് ആകർഷകമായിരിക്കും. പക്ഷെ അതിന്റെ രുചി നമുക്ക് ആനന്ദം ശരിക്കും അനുഭവിച്ചറിയാനും സാധിക്കും അല്ലെ. അപ്പൊ യഥാർത്ഥ ഫലം എന്താണെന്ന് നോക്കാതെ ആ പുഷ്പങ്ങളിലാണ് അവര് ആകൃഷ്ടരാകുന്നത് അല്ലെ.
അപ്പോൾ എന്താണ് നമുക്ക് ഈ ജനന മരണ ചക്രത്തിൽ നിന്ന് നമ്മുടെ യഥാർത്ഥ പ്രശ്നം നമുക്ക് ഈ എന്താണ് ഈ സൈക്കിൾ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത്, ഈ ജനനമരണ ചക്രത്തിൽ നിന്ന് നമുക്ക് മോചനം നേടുക എന്നുള്ളതാണ്. പക്ഷെ അതിനുള്ള മരുന്ന് എന്താണ്, അതിനുള്ള പ്രതിവിധി എന്താണ്, അതും വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് അന്വേഷിക്കാതെ അവര് എന്താണ് പറയുക, താൽക്കാലികമായ സുഖങ്ങൾക്ക് പിറകെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ ഒരു എന്താ പറയാ, കുട്ടികൾക്ക് നമ്മൾ എന്തെങ്കിലും മെഡിസിൻ മരുന്ന് അതൊക്കെ കൊടുക്കുമ്പോൾ എന്താണ് അവർക്ക് നമ്മൾ ലിക്വിഡ് ആണെങ്കിൽ എന്തെങ്കിലും മധുരത്തിൽ ചേർത്ത് കൊടുക്കല്ലേ, അല്ല സോളിഡ് ആയിട്ടുള്ളൊക്കെയാണ് ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും മധുരമുള്ള സാധനങ്ങളുടെ ഉള്ളിൽ വെച്ചിട്ട്, പഴം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് ഉള്ളിൽ വെച്ചിട്ട് കൊടുക്കൂല്ലേ. അപ്പൊ ആ കുട്ടി ആ മധുരമുള്ളത് മാത്രം കഴിച്ച് ആ ഉള്ളിലുള്ളത് എന്താണ്, അതിന്റെ ആ കയ്പുള്ള സാധനമാണ്, അതിനെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ അസുഖം മാറില്ല അല്ലെ. അപ്പൊ അതേപോലെയാണ് നമ്മൾ ആ പുറമേ കാണുന്ന വേദങ്ങളിലെ ആ എന്താ പറയാ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ, അതിൽ നമ്മൾ ആകൃഷ്ടരായിട്ട് അതിനുള്ള മാർഗങ്ങൾ തേടുന്നു. പക്ഷെ എന്താണ് യഥാർത്ഥ പ്രതിവിധി, എന്താണ് നമുക്ക് ശാശ്വതമായിട്ടുള്ള ആനന്ദം നേടാനുള്ള മാർഗം, അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണ് അല്ലെ. അപ്പോ ഭഗവാൻ പറയുന്നു വേദങ്ങൾ കൊണ്ട് മനസ്സിലാക്കേണ്ടത് എന്നെ തന്നെയാണെന്ന് അല്ലെ. ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനും വലിയ മറ്റൊരു ജ്ഞാനവും ഇല്ല അല്ലെ. അപ്പം ആ എന്താ പറയാ, നമ്മള് എന്താണ് വേദശാസ്ത്ര പണ്ഡിതനായിരിക്കാം, പക്ഷെ എന്തെല്ലാം വേദങ്ങൾ പഠിച്ചാലും ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ അതിൽ യാതൊരു കാര്യമില്ല അല്ലെ. നമുക്കറിയാം ശ്രീമദ് ഭാഗവതത്തില് എന്താണ് ആ ബ്രാഹ്മണ പത്നിമാരുടെ പറയുന്നുണ്ട്. ബ്രാഹ്മണ പത്നിമാരുടെ ആ ഒരു ലീലയില് എന്താണ്, ബ്രാഹ്മണര് എല്ലാവിധ വൈദിക് റിച്വൽസും എല്ലാം ചെയ്ത് യജ്ഞങ്ങളൊക്കെ ചെയ്യുന്നു. ആ സമയം കൃഷ്ണനും ബലരാമനും അവിടെ ഗോക്കളെ മേയ്ക്കാനായിട്ട് വരുന്നു കൂട്ടുകാരോട് കൂടിയിട്ട്. അപ്പൊ എന്താണ്, കൃഷ്ണൻ ബലരാമനും വിശക്കുന്നു. അപ്പൊ പോയിട്ട് നമുക്ക് എന്തെങ്കിലും, കൂട്ടുകാർക്ക് എല്ലാവർക്കും വിശപ്പ് അനുഭവപ്പെട്ടു. അപ്പൊ അവര് ഭക്ഷണം കഴിക്കാനായിട്ട് എവിടെ പോവും എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് കൃഷ്ണൻ പറയാം, അങ്ങനെ അവിടെ കുറച്ച് നദിയുടെ അപ്പുറമായിട്ട് ബ്രാഹ്മണന്മാര് യജ്ഞം നടത്തുന്നുണ്ട്. അപ്പൊ അവിടെ പോയിട്ട് അവിടെ ഇഷ്ടം പോലെ നമുക്ക് കഴിക്കാനുള്ള മധുര ഭോജ്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ പോയി ചോദിച്ചാൽ മതി, അങ്ങനെ കൊണ്ടുവരാൻ പറഞ്ഞയക്കും അല്ലെ. പക്ഷെ അവരവിടെ ചെല്ലും. പക്ഷെ ബ്രാഹ്മണരെ എന്താ പറഞ്ഞ, ഈ യജ്ഞം പൂർത്തിയാക്കാതെ ഒന്നും ഇത് ചെയ്യാനായിട്ട് പറ്റില്ല, അതുകൊണ്ട് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവരെ മടക്കി അയച്ചു. അപ്പൊ അവര് വീണ്ടും വന്ന് കൃഷ്ണന്റെ ബലരാമന്റെ അടുത്ത് പറയും. അപ്പൊ കൃഷ്ണൻ പറയും എന്താണ്, അവിടെ ബ്രാഹ്മണ പത്നിമാരുണ്ട്, നിങ്ങൾ അവിടെ ചെന്ന് ചോദിക്കാൻ പറയും. അപ്പൊ ആ ബ്രാഹ്മണ പത്നിമാരെന്താണ്, ഈ ബ്രാഹ്മണരെ പോലെ പണ്ഡിതരോ ഒന്നുമല്ല അല്ലെ. അവർക്ക് വൈദിക ജ്ഞാനത്തില് എന്താ പറയാ അത്രയും നോളജ് നേടിയിട്ടുള്ളവരൊന്നും ആയിരുന്നില്ല. പക്ഷെ അവരെന്താണ്, കൃഷ്ണനെയും ബലരാമനെയും കുറിച്ച് അവരെ ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു. ഭഗവാന്റെ മഹത്വങ്ങളെ കുറിച്ച് അവർക്ക് അറിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവരിങ്ങനെ കാത്തിരിക്കായിരുന്നു എപ്പോഴാണ് ഒരു ദർശനം കിട്ടുക എന്നുള്ളത്. അപ്പോ ഇത് അവര് വന്നിട്ട് ഈ ബ്രാഹ്മണ പത്നിമാരുടെ അടുത്ത് ചോദിക്കുമ്പോഴേക്കും എന്താണ്, അവർക്ക് വളരെ സന്തോഷാവും. അവര് വേഗം തന്നെ എന്താണ്, ഇവരുടെ കയ്യിൽ കൊടുത്തയക്കല്ല ചെയ്യണം, അവര് തന്നെ എല്ലാം പാത്രങ്ങളിലാക്കി എന്താ പറയാ എല്ലാം കൊണ്ട് നദി ക്രോസ് ചെയ്തിട്ട് അങ്ങനെ കൃഷ്ണനും ബലരാമനും അവിടേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ വൈദിക ജ്ഞാനം നേടുക, നമ്മൾ പാണ്ഡിത്യം നേടുക എന്ന് വെച്ചിട്ട് കാര്യമില്ല. പക്ഷെ അതിന്റെ യഥാർത്ഥ പൊരുൾ എന്താണ്, ഭഗവാനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആ ഒരു തത്വം അറിയാതെ എത്ര വൈദിക ജ്ഞാനം നമ്മൾ നേടിയാലും കാര്യമില്ല അല്ലെ. പിന്നെ ഇവിടെ എന്താ പറയുന്നത്, വേദങ്ങളിലെ ലക്ഷ്യം കൃഷ്ണനാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ 15-ാമത്തെ അധ്യായത്തിൽ തന്നെ പിന്നെ അതിനടുത്ത് വരുന്ന ശ്ലോകങ്ങളില് എന്താണ് ഭഗവാൻ പറയുന്നുണ്ട്, എന്താണ് യോമാമേവമ സമ്മൂഢോ ജാനാതി പുരുഷോത്തമം അല്ലെ. എന്നെ പരമദിവ്യോത്തമ പുരുഷനെന്ന് അറിയുന്നവൻ എല്ലാം അറിയുന്നവരാണ്, അവർ എന്റെ ഭക്തിയുത സേവനത്തിൽ പൂർണ്ണമായും മുഴുകുന്നു അല്ലെ. അങ്ങനെ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഈ അധ്യായം അവസാനിക്കുന്നത് തന്നെ ഇതി ഗുഹ്യതമം ശാസ്ത്രം ഇതം ഉക്തം മയാനഘ അല്ലെ. ഈ ജ്ഞാനം വേദഗ്രന്ഥങ്ങളിലെ അതീവ രഹസ്യമായ ഭാഗമാണ്, ഇതറിയുന്നവർ ഇതറിയുന്നവരാണ് ബുദ്ധിശാലികളായിട്ടുള്ള ആളുകൾ അല്ലെ. അവരുടെ പ്രയത്നങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള പ്രയത്നം ലഭിക്കും എന്നാണ് പറയണത് അല്ലെ. അപ്പൊ നമ്മള് എന്താണ് നമ്മൾ ചെയ്യേണ്ട, അവിടെ പറയുന്നുണ്ട് എന്താണ് ഭൗതിക സുഖങ്ങൾ നേടാനായിട്ട് ഒരുപാട് ക്രിയകളിലും കർമ്മങ്ങളിലും നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു അല്ലെ. സാധാരണ ജനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ക്രിയകൾ എന്താണ്, യഥാർത്ഥമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ
എന്താ പറയാ ഈ ഭൗതികമായിട്ടുള്ള ഈ ലോകത്തിൽ നിന്ന് നമ്മൾ മുക്തി നേടി അല്ലെ ഉയർന്ന ലോകമായിട്ടുള്ള ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ചു പോകണം. അവിടെ മാത്രമാണ് നമുക്ക് ശാശ്വതമായിട്ടുള്ള സന്തോഷവും ആനന്ദവും ലഭിക്കുന്നുള്ളൂ. അതിനായിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ട ക്രിയ എന്ന് പറഞ്ഞാൽ ഭക്തിയുത സേവനമാണ് അല്ലെ. ഭഗവാന്റെ നാമം അല്ലെ, നാമജപമാണ് പ്രധാനമായിട്ട്. നമ്മൾ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ അല്ലെ. ഭഗവാന്റെ നാമരൂപ ഗുണ ലീലകള് കീർത്തനം ചെയ്യുക അല്ലെ, ഭഗവാനെ കുറിച്ച് ശ്രവിക്കുക. അതുവഴി മാത്രമേ നമുക്ക് ഈ ഭൗതിക സാഗരത്തിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കുള്ളൂ. കാരണം ഭഗവാന്റെ നാമത്തിന് മാത്രമേ നമുക്ക് രക്ഷ നൽകാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പൊ നമുക്ക് ഉദാഹരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അജാമിളൻ 24 വയസ്സ് വരെ എല്ലാ വേദിക് റിച്വൽസും എല്ലാം ചെയ്തിരുന്ന ആ ഒരു ഫാമിലിയില് എല്ലാം ചെയ്തിരുന്ന ആളായിരുന്നു അല്ലെ. ബ്രാഹ്മണനായിരുന്നു, വൈദികമായിട്ടുള്ള എല്ലാ ചടങ്ങുകളും ചെയ്തിരുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും എന്താണ് അജാമിളന് ഒരു പ്രയോജനം ഉണ്ടായില്ല. അദ്ദേഹത്തെ എന്താണ് ആ പാപം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുകയും അദ്ദേഹം പിന്നെ വളരെ ദുർമാർഗിയായിട്ട് ഒരു എന്താ പറയാ മഹാപാപിയായിട്ട് മാറുകയാണ് ഉണ്ടായത്. പക്ഷെ അവസാനം ഇത്രയെല്ലാം പാപങ്ങൾ ചെയ്താൽ പോലും എന്താണ് ഭഗവാന്റെ നാമമാണ് അല്ലെ അദ്ദേഹത്തെ മോചിപ്പിച്ചത് അല്ലെ. വിഷ്ണുദൂതന്മാരെയൊക്കെ വരാനായിട്ട് ഇടയാക്കിയത് ആ ഭഗവാന്റെ നാരായണ എന്നുള്ള ഒരു വിളിയാണ്. അപ്പോൾ ഭഗവാന്റെ നാമം മാത്രമേ നമുക്ക് ഈ സംസാര സാഗരത്തിൽ നിന്നും മുക്തി നേടാനായിട്ട് നമ്മളെ സഹായിക്കുള്ളൂ. അല്ലാതെ വേദങ്ങളുടെ ഈ കർമ്മകാണ്ഡിക്ക് ഇതിലൂടെ അതിലൊന്നും അട്രാക്റ്റഡ് ആയിട്ട് നമ്മൾ പോയിട്ട് യാതൊരു കാര്യവുമില്ല എന്നുള്ളതാണ് ഈ ശ്ലോകത്തില് നമ്മളെ പഠിപ്പിക്കുന്നത്. അതായത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്, അതായത് ഈ മനുഷ്യ ജന്മം തന്നെ നമുക്ക് വളരെ ദുർലഭമായിട്ടുള്ളതാണ് അല്ലെ. ദുർലഭവും മാനുഷോ ദേഹിനാം ക്ഷണഭംഗുര തത്രാപി ദുർലഭം മന്യത് വൈകുണ്ഠ പ്രിയദർശനം അല്ലെ. വളരെ ദുർലഭമായിട്ടാണ് നമുക്ക് ഈ മനുഷ്യ ശരീരം കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഈ മനുഷ്യ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് മാത്രമേ നമുക്ക് ഈ സംസാര ചക്രത്തിൽ നിന്ന് മോചനം നേടാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. ബാക്കി പല 84 ലക്ഷം തരത്തിലുള്ള ജീവരാശിയുണ്ട്. അപ്പൊ ഇതിലൊന്നും ആ ശരീരങ്ങൾ കൊണ്ടൊന്നും നമുക്ക് കാര്യമില്ല. ഈ മനുഷ്യ ശരീരം മാത്രമാണ് നമുക്ക് ശരിയായിട്ടുള്ള എന്താ പറയാ ബുദ്ധി നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടാം എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഈ മനുഷ്യ ശരീരത്തിൽ ഇരുന്നുകൊണ്ടേ ഉള്ളൂ. അപ്പോൾ ഈ മനുഷ്യ ശരീരം ദുർലഭമായി കിട്ടിയ ഈ മനുഷ്യ ശരീരം നമ്മൾ താൽക്കാലികമായിട്ടുള്ള സുഖഭോഗങ്ങളിലേക്ക് പോവാതെ അതിനെ ശരിയായിട്ട് വിനിയോഗിച്ചുകൊണ്ട് നമ്മൾ എന്താണ് ഭഗവാന്റെ ഭക്തിയുത സേവനം ചെയ്യുവാനും അല്ലെ. പറയുന്നു ആ ദുർലഭമായിട്ടുള്ള മനുഷ്യ ജന്മത്തില് എങ്ങനെയാണ് നമുക്ക് തത്രാപി ദുർലഭം അന്യത് വൈകുണ്ഠ പ്രിയദർശനം അല്ലെ. വൈകുണ്ഠനാഥന് പ്രിയപ്പെട്ട ഒരു പരിശുദ്ധ ഭക്തന്റെ ദർശനം കിട്ടുക അല്ലെ, ഒരു അസോസിയേഷൻ കിട്ടുക എന്ന് വെച്ചാൽ അത് അതിലും ദുർലഭമാണെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ നമുക്ക് ഒരു പരിശുദ്ധ ഭക്തരുടെ സംഘത്തിലൂടെ നമുക്ക് നമ്മുടെ ആധ്യാത്മിക ഗുരുവിലൂടെ നമുക്ക് എന്താണ് ഈ ഭൗതിക സാഗരത്തിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് പറ്റും. അപ്പൊ അതിനായിട്ട് നമ്മൾ എന്താണ് ഭക്തി യോഗമാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് അല്ലെ. അതിനായിട്ട് നമ്മൾ ആ ഒരു ഇതിലേക്ക് വേണം നമ്മുടെ ബുദ്ധിയെ, കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ വ്യവസായാത്മിക ബുദ്ധി, ആ ഒരു ലക്ഷ്യത്തിലേക്ക് വേണം നമ്മുടെ ബുദ്ധിയെ ഫോക്കസ് ചെയ്യാൻ. താൽക്കാലികമായിട്ട് കാണുന്ന ആ ഭൗതികമായിട്ടുള്ള ആനന്ദങ്ങൾ അല്ലെങ്കിൽ അത് നേടാനായിട്ട് പുറകെ നമ്മൾ പോകരുത്. കാരണം നമ്മുടെ ഏറ്റവും വലിയ ശത്രു കാമമാണെന്ന് ഭഗവാൻ പറയുന്നു അല്ലെ. ഇന്ദ്രിയ സുഖം നേടാനുള്ള അത്തരത്തിലുള്ള അഭിലാഷങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. അത് നമ്മളെ നാശത്തിലേക്ക് നയിക്കുകയുള്ളൂ അല്ലെ. അപ്പൊ അതിനാൽ ശരിയായിട്ടുള്ള ലക്ഷ്യം എന്താണെന്ന് അത് ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ വേദങ്ങളിലെ എന്താ പറയാ എന്താ പറയാ അട്രാക്റ്റഡ് ആയിട്ടുള്ള ആ ഭാഗത്തിലേക്ക് അല്ലെങ്കിൽ ഇത്തരം വാക്കുകളിൽ നമ്മൾ ആകർഷിതരാവാതെ ശരിയായിട്ടുള്ള ലക്ഷ്യം എന്താണോ അതിന് വേണ്ടി ശ്രമിക്കണം എന്നാണ് ഈ ശ്ലോകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. എനിക്കധികം നോക്കാനുള്ള സമയം കിട്ടിയിരുന്നില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും കമന്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലോ ചോദിക്കാം. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ ഹരേ മാതാജി. കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കമന്റ്സോ എന്തെങ്കിലും ഡൗട്ട്സോ ഉണ്ടെങ്കിൽ ചോദിക്കാൻ മതി. ഹരേ കൃഷ്ണ. ദയവായി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക ഡിവോട്ടീസ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. മാതാജി പറഞ്ഞില്ലേ ഇപ്പൊ ഭയങ്കര പാണ്ഡിത്യമുള്ള ഒരു ഭഗവാനെ തിരിച്ചറിയാൻ പോകുന്നു. അപ്പൊ അവര് ചിലപ്പോ ഭഗവാനെ കുറിച്ച് അന്വേഷിച്ച് അവരുടെ യാത്ര പകുതിക്ക് വെച്ച് ചിലപ്പോ നിൽക്കും. നമ്മള് ഭക്തി മാർഗത്തിലൂടെ അല്ലാതെയാണ് ഭഗവാനെ അന്വേഷിക്കണെന്നുണ്ടെങ്കിൽ അപ്പൊ പിന്നെ അവരുടെ പുനർജന്മം എങ്ങനെയായിരിക്കും മാതാജി? അവർക്ക് വീണ്ടും അടുത്ത ജന്മത്തിൽ വീണ്ടും തുടരേണ്ടി തന്നെ വരും. ഒരിക്കലും അവര് അവരെവിടെയാണ് ശരിയായിട്ടുള്ള ലക്ഷ്യം അതായത് ജ്ഞാനിയാണ് ഉദ്ദേശിക്കുന്നത്. അത് നമ്മള് അന്വേഷിച്ച് പോവാന്ന് പറഞ്ഞ ജ്ഞാനിയാണ്. അപ്പൊ ജ്ഞാനിയെ തന്നെ ഭഗവാൻ പറയുന്നു ബഹുനാം ജന്മനാ മന്ദേ ജ്ഞാനവാൻ മാം പ്രപദ്യത്തെ. അനേക ജന്മങ്ങളുടെ അവസാനത്തിലാണ് ഒരു ജ്ഞാനി എന്നെ മനസ്സിലാക്കുന്നതെന്ന് പറയുന്നു. അപ്പോ അയാളുടെ ആ ജ്ഞാനം പരിപൂർണമായിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഈ ഭൗതിക ലോകത്തിൽ ജനിച്ച് വീണ്ടും അയാൾക്ക് അത് തുടരേണ്ടി വരും. ഭഗവാനെ കുറിച്ച് അറിയാനായിട്ടൊരു ശ്രമം നടത്തി എന്ന് പറഞ്ഞിട്ട് അതിന് ഒരു പ്രത്യേക ഒരു ഇത് ഉണ്ടാവില്ലേ? ഭഗവാൻ നമ്മൾ എന്തെങ്കിലും അങ്ങനെ ഭഗവാനെ കുറിച്ചുള്ള ശ്രമം നടത്തി ഭഗവാന്റെ എന്തെങ്കിലും കുറച്ച് ഭക്തിയുത സേവനം ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ ഇതിന് മുൻപത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് എന്നാണ് സ്വല്പം അഭ്യസ്യ ധർമ്മസ്യ പ്രായതേ മഹതോഭയ. അതല്ലേ നമ്മള് എവിടെ വെച്ചാ നിർത്തി അവിടെ നിന്ന് തുടങ്ങാനുള്ള ആ ഒരു അവസരം ഭഗവാൻ തരുന്നുണ്ട്. നമ്മൾ ആ ഭക്തിയോഗത്തിൽ കർപ്പോട്ടുകൊണ്ട് അവിടെ നിന്ന് നമ്മൾ ഭ്രഷ്ടാവാണെങ്കിലും പറയുന്നുണ്ട് എന്താണ് ശുചീനാം ശ്രീമതാംഗേഹെ. നമ്മൾ അതേപോലെയുള്ള ഭക്തരുടെ കുടുംബത്തിൽ ജനിച്ചുകൊണ്ട് അവിടെ നിന്ന് നമുക്ക് ഭക്തി ഉത്സാഹനം പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം ഭഗവാൻ തരുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഭക്തിയിൽ ഭക്തി സേവനത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം വൃദ്ധാവിലാവില്ല. കാരണം അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് അടുത്ത ബർത്തിലായാലും സാധിക്കും. അതേസമയം ഭൗതികമായിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാം നമ്മളെ കർമ്മബന്ധനങ്ങളിൽ കുടുക്കിയിടുകൾ. അത് കൂടുതൽ എന്താ പറയാ ജീവരാശികളിൽ നമുക്ക് ചക്രത്തിലൂടെ കടന്നു പോകേണ്ടി വരും. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ മാതാജി. എനിക്ക് സംശയമല്ല, ഒരു കമന്റ് ആണ്. അതായത് നമ്മള് എത്ര ഈ ശ്ലോകത്തിൽ പറയുന്ന നമ്മള് ധർമ്മ അർത്ഥ ശരിക്കും കർമ്മകാണ്ഡ ആണല്ലോ. അപ്പൊ അതിന്റെ അകത്ത് ഈ 3 കാര്യങ്ങള് ധർമ്മ അർത്ഥ കാമ വരേ ഉള്ളൂ ആൾക്കാർക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ ആരും ബാക്കിയുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല അല്ലെ. മോക്ഷ എന്ന് പറഞ്ഞ ഒരു ലെവലിലേക്ക് എത്തുന്നില്ല അല്ലെ. അതെ അതെ അതെ. അതിൽ പറയുന്നുണ്ട് എല്ലാവരുടെ ഉള്ളിലും ഭഗവാൻ പരമാത്മാവായി സ്ഥിതി ചെയ്യുന്ന അതിനെ കുറിച്ചെല്ലാം ഈ വേദങ്ങളിൽ പറയുന്നുണ്ട്. പക്ഷെ ആ ഒരു സെക്ഷനിലേക്ക് പോകുന്നില്ല. അവര് ഈ ഒരു പാർട്ട് മാത്രമാണ്. അതാണ് യാമിമ പുസ്തിതാം വാചം. അവരെ ആകർഷിക്കുന്ന ആ വാക്കുകളിൽ മാത്രമാണ് അവര് എടുക്കുന്നുള്ളൂ. അതിലാണ് അവര് ആകൃഷ്ടരാകുന്നത്. അതെ. ഹരേ കൃഷ്ണ. അതിനായിട്ട് അവരുടെ ജീവിതം മുഴുവൻ അവര് പാഴാക്കാണ്. ഇപ്പൊ ഒരു എന്താ പറയാ ഒരു കഴുതയെ കൊണ്ട് ഭാരം ചുമപ്പിക്കാനായിട്ട് ആലക്കുകാരൻ എന്താ പറയാ ഒരു വടിയുടെ തുമ്പില് ക്യാരറ്റ് കെട്ടിയിട്ടിട്ട് കൊണ്ടുപോകും അല്ലെ. അപ്പൊ ആ ക്യാരറ്റിൽ ആകൃഷ്ടരായിട്ട് ആ കഴുത പിറകെ പോകുന്നത് പോലെയാണ് ഇത്തരത്തിലുള്ളവര്. അവര് എന്താ പറയാ വേദങ്ങളിലെ ഈ ഒരു ഭാഗം ഇതിൽ ആകർഷകരായിട്ട്, കാരണം അവർക്ക് ആ സുഖം ആസ്വദിക്കാനായിട്ട് എന്തൊക്കെയാണ് എല്ലാവർക്കും അങ്ങനെയാണ്. പെട്ടെന്ന് ഉള്ള ആ സുഖം അതിലാണ് അവർക്ക് ആകർഷണമുള്ളൂ അല്ലെ. കുറച്ച് നീണ്ടതായിട്ടുള്ള ഒരു ആ സുഖം, അതായത് ശാശ്വതമായിട്ടുള്ള ഒരു സുഖം നേടുന്നതിനെ കുറിച്ച് ആളുകൾ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. അതെ, അതാണ് യഥാർത്ഥ പ്രശ്നം എന്നറിയുന്നില്ല നമ്മുടെ അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് അവർ ആ ജ്ഞാനമാണ് അവരെ ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്നത്. അതെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. നമ്മളെ വേദങ്ങളിൽ പറയുന്ന കർമ്മ അതല്ലേ പറയുന്ന മോക്ഷ അതിനെ കുറിച്ചല്ലേ. അപ്പൊ ശരിക്കും അത് പഠിക്കണ്ട എന്നാണോ ശരിക്കും പറയുന്നത്? അത് വേദങ്ങൾ നമ്മൾ ശരിക്കും പഠിക്കണ്ട എന്നാണോ പറയുന്നത്? വേദങ്ങൾ നമ്മൾ പഠിച്ചു വരുമ്പോ നമുക്ക് ഈ ഒരു 100 വയസ്സ് ആയുസ്സൊന്നും 100 വയസ്സ് തന്നെ ഇല്ല, ഈ ആയുസ് കൊണ്ടൊന്നും നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റില്ല അല്ലെ. അതിലും എളുപ്പമായിട്ട് എന്താണ് നമുക്ക് ഭഗവത്ഗീത ശ്രീമദ് ഭാഗവതം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഈ ഭഗവത്ഗീത തന്നെ എന്താണ്, എല്ലാ വേദങ്ങളുടെയും സാരമാണ് ഉപനിഷത്തുക്കൾ അല്ലെ. എല്ലാ ഉപനിഷത്തുക്കളുടെയും സർവ്വസാരം ശ്രീമദ് ഭഗവത്ഗീത അല്ലെ. അപ്പോ ഈ ഭഗവത്ഗീത മനസ്സിലാക്കിയാൽ തന്നെ നമ്മൾ എല്ലാ വേദങ്ങളും പഠിച്ചതിന് തുല്യമായി.
അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് എന്താണ് വേദയിച്ച സർവൈർ അഹമേവ വേദ്യം അല്ലെ. എല്ലാ വേദങ്ങളും കൊണ്ട് അറിയേണ്ടത് ഭഗവാനെയാണ്. അപ്പൊ നമ്മൾ ഭഗവാനെ അറിയാതെ വേദങ്ങൾ മുഴുവനും പഠിച്ചിട്ട് വേദ പണ്ഡിതനായിട്ട് കാര്യമില്ല അല്ലെ. ഭഗവാനെ മനസ്സിലാക്കണം, അതാണ്. അപ്പൊ നമുക്ക് ഭഗവത്ഗീത ശാസ്ത്രം പഠിച്ചാൽ തന്നെ എന്താണ് ശ്രീകൃഷ്ണ ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണ് എന്നുള്ള ആ ഒരു സത്യം, ആ ഒരു തത്വത്തിലേക്ക് നമ്മളെ ഭഗവത്ഗീത കൊണ്ടു ചെന്നെത്തിക്കും അല്ലെ. ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ സ്ഥാപിക്കുന്നത് അത് തന്നെയാണ്. ഭഗവാൻ കൃഷ്ണനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്നുള്ള കാര്യമാണ് ഭഗവത്ഗീത സ്ഥാപിച്ചെടുക്കുന്നത്. ശ്രീമദ് ഭാഗവതം തുടങ്ങുന്നത് കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനാണെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെ. ഓം നമോ ഭഗവതി വാസുദേവായ ജന്മാദ്യസ്യതോന്വയാത് അല്ലെ. അപ്പൊ ആ ശ്ലോകത്തിൽ തന്നെ തുടങ്ങുന്നത് തന്നെ ഭഗവാനാണ് പരമപുരുഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലെ. അപ്പോ തന്നെ ഭാഗവതം അവസാനിക്കുന്നത് ഭക്തിയുദ്ധ സേവനത്തിന്റെ പ്രാധാന്യം കുറിച്ച്, ഭഗവാന്റെ നാമജപത്തെ കുറിച്ച്, അതിന്റെ മാഹാത്മ്യം പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ ഭഗവത്ഗീത മനസ്സിലാക്കിയ പിന്നെ നമ്മൾ മറ്റു വേദശാസ്ത്രങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യം ഇല്ല. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. മാജി ഹരേ കൃഷ്ണ. വേറെ ആർക്കും ഡൗട്ട് ക്ലോസ് ചെയ്യാം മാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാജി. താങ്ക് യു ഫോർ ദ വണ്ടർഫുൾ ക്ലാസ്. നന്ദി മാജി. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് മാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാം. ഹരേ കൃഷ്ണ. ക്ലോസ് ചെയ്യാം മാജി. ഓക്കെ മാജി. ഹരേ കൃഷ്ണ.